നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വെജ് ബിരിയാണിയാണ്. കുക്കറിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മളിതാ ഇവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അരിയിലേക്ക് വേണ്ടിയിട്ടുള്ള നെയ്യും ഓയിലും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അരിയുടെ അളവ് എത്രയാണോ എന്നുള്ളത് അതിനനുസരിച്ചിട്ട് നെയ്യും ഓയിലും ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കനം കുറച്ച് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു കളറായിട്ട് വരുമ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റി വെക്കാം. വേണമെങ്കിൽ ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോ ഇത് വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് ഞാനിത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 2 ഏലക്കായയും 2 പട്ടയും 2 ഗ്രാമ്പും ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാന്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3 വെളുത്തുള്ളി അല്ലിയും അതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും. അപ്പൊ നമ്മള് ചിക്കനും ബീഫും ഒന്ന് വെച്ചിട്ട് ചെയ്യുന്നത് പോലെയല്ല, വെജിറ്റബിൾ ആവുമ്പോൾ ആ ഒരു ഫ്ലേവർ അത്രക്ക് വേണ്ട കേട്ടോ. ചിക്കന്റെയും ബീഫിലേക്കും എടുക്കുന്ന അത്ര നമ്മൾ ഉള്ളികളൊന്നും എടുക്കരുത്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതൊന്ന് മൂത്തൊന്ന് പച്ചമണം മാറി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഫ്രോസൺ പീസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഗ്രീൻ പീസും ഇത് 3 അധികം പേരുടെ വീട്ടിലും ഉണ്ടാവുന്നത് തന്നെയാണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് വെജിറ്റബിൾ ആണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാനിതാ ഇത് 3 ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഇട്ടിട്ട് വഴറ്റി എടുക്കൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് എല്ലാം മിക്സ് ആയി വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ ബിരിയാണി മസാല പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലെല്ലാം പെട്ടു കേട്ടോ. പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ജാതിപത്രി തക്കോലം എല്ലാ സാജീരകം എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള 1.5 കപ്പ് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ. കൈമ റൈസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വേവ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സമയം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 3 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പിന് ഇരട്ടി വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് പിന്നെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്നാലുള്ള നമുക്ക് റൈസ് വെന്ത് വരുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 വിസിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് പിന്നെ കുറച്ചൊന്ന് ആവി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് തുറന്നു നോക്കുന്നത്. അപ്പോഴേക്കും എന്താ നമ്മുടെ ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിടാം കേട്ടോ. കാരണം ഇത് ചെറിയൊരു കുക്കറല്ലേ, 3 ലിറ്ററിന്റെ കുക്കറിൽ ഈ ഒരു 1.5 കപ്പ് റൈസും അതിലുള്ള വെള്ളമൊക്കെ നല്ല കറക്റ്റ് ആണ് കേട്ടോ ഈ ഒരു അളവ്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മടിയന്മാർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. പെട്ടെന്ന് റെഡിയാവും ചെയ്യും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ ഇതിന് വേണ്ടി നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.